ഒരു സമാന്തര ശ്രേണിയിലെ 7-ാം പദം 0, 27-ാം പദം 60 എങ്കിൽ 17-ാം പദം എത്ര? ഇവിടെ ഒരു സമാന്തര പ്രോഗ്രഷനിലെ 7-ാം പദവും 27-ാം പദവും നൽകിയിട്ടുണ്ട്. നമുക്ക് 17-ാം പദം കണ്ടുപിടിക്കണം. നമുക്ക് 7-ാം പദത്തിനെ A7 എന്ന് സൂചിപ്പിക്കാം. A7 എന്ന് പറയുന്നത് 0ആണ്. 27-ാം പദത്തിനെ A27, അത് 60. 17-ാം പദം A17 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ നമുക്കൊരു എളുപ്പമാർഗ്ഗമുണ്ട്. നോക്കുക, 7-ാം പദത്തിനും 27-ാം പദത്തിനും കൃത്യം മധ്യത്തിൽ കിടക്കുന്ന പദമാണ് 17-ാം പദം. 17-ാം പദത്തിൽ നിന്ന് 10 പദം പുറകോട്ട് ചെന്ന് കഴിഞ്ഞാൽ 7-ാം പദം കിട്ടും. ഇനി 17-ാം പദത്തിൽ നിന്ന് 10 പദം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ 27-ാം പദം. അതായത് 7-ാം പദത്തിൽ നിന്നും 27-ാം പദത്തിൽ നിന്നും തുല്യ അകലത്തിൽ കൃത്യം മധ്യത്തിൽ കിടക്കുന്ന പദമാണ് 17-ാം പദം. അപ്പോൾ സമാന്തര ശ്രേണി ആയതുകൊണ്ട് ഈ മധ്യത്തിൽ കിടക്കുന്ന പദം കണ്ടുപിടിക്കുന്നതിനായിട്ട് ഈ രണ്ട് പദങ്ങളുടെയും, അതായത് 7-ാം പദത്തിൻ്റെയും 27-ാം പദത്തിൻ്റെയും ശരാശരി കണ്ടാൽ മതി. അപ്പോൾ 17-ാം പദം കിട്ടുന്നതിനായിട്ട് നമുക്ക് 7-ാം പദത്തിൻ്റെയും 27-ാം പദത്തിൻ്റെയും ശരാശരി കാണാം. ഇവിടെ 7-ാം പദം 0-ഉം 27-ാം പദം 60-ഉമാണ്. അപ്പോൾ 0-ൻ്റെയും 60-ൻ്റെയും ശരാശരി കാണണം. അതിനായിട്ട് 0-ഉം 60-ഉം കൂടെ കൂട്ടി 2 കൊണ്ട് ഹരിക്കുക. അതായത് 60/2 എന്ന് വരും, അതായത് 30. അപ്പോൾ 17-ാം പദം 30ആണ്. ശരി ഉത്തരം ഓപ്ഷൻ സി. 9-ന്റെ 26% അധികം 15-ന്റെ 42% സമം 27-ന്റെ x% എങ്കിൽ എക്സിൻ്റെ വില കാണുക. ഇവിടെ 9-ന്റെ 26%-ഉം 15-ന്റെ 42%-ഉം കൂട്ടിയാൽ 27-ന്റെ x% കിട്ടുമെങ്കിൽ എക്സിൻ്റെ വില കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കതൊരു ഇക്വേഷനാക്കി മാറ്റാം. 9-ന്റെ 26% കാണുന്നത് എങ്ങനെയാണ്? 9 × 100/26 കണ്ടാൽ മതി. അപ്പോൾ 9 × 100/26 അധികം ഇവിടെ 15-ന്റെ 42%. അത് കാണാൻ 15 × 100/42 കാണുക സമം 27-ന്റെ x%, അതായത് 27 × 100x എന്ന് വരും. ഇവിടെ രണ്ടിടത്തും ഛേദം 100ആണ്. അപ്പോൾ നമുക്കിത് ഒറ്റ ഛേദം 100 എന്ന് പൊതുവായ ഛേദമാക്കി ഇവിടെ എഴുതാം. അപ്പോൾ ഇത് 9 × 26 അധികം 15 × 42/100 എന്ന് വരും സമം 27 × x, അത് 27x/100. ഇരുവശത്തും 100 ഛേദമാണ്. അപ്പോൾ 100 കൊണ്ട് ഹരിച്ചിരിക്കുന്നു. ആ രണ്ടിടത്തെയും 100-നെ നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ 100 രണ്ട് സൈഡിലും ക്യാൻസലായി. അപ്പോൾ 27x സമം 9 × 26 അധികം 15 × 42. ഇത് സോൾവ് ചെയ്ത് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ എക്സ് കിട്ടാനായിട്ട് ഈ സംഖ്യ 9 × 26 അധികം 15 × 42-നെ 27 കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പോൾ നമുക്കത് ഇക്വേഷൻ ഇങ്ങനെ എഴുതാം. എക്സ് സമം 9 × 26 അധികം 15 × 42/27 എന്ന് എഴുതാം. ഇനി നമുക്ക് ഇത് ഗുണിച്ച് ചെയ്യുന്നേക്കാളും എളുപ്പം ഇതിനെ ഘടകങ്ങളാക്കി തിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് ഇങ്ങനെ ചെയ്യാം. 9 × 26 എന്ന് പറഞ്ഞാൽ 2 × 13 ആണ്. 2 × 13 അധികം 15 എന്നുള്ളത് നമുക്കറിയാം 3 × 5 ആണ്. അതുപോലെ 42 7 × 6 ആണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഘടകങ്ങളാക്കി 27 എന്ന് എടുക്കുക. ഇനി നോക്കുക, അംശത്തിൽ കോമൺ ആയിട്ട് എടുക്കാവുന്നതുണ്ട്. 9 ഉണ്ട്, 2 ഉണ്ട്. ഇവിടെ 3 ഉണ്ട്, 6 ഉണ്ട്. 3ഉം 6ഉം കൂടെ ഗുണിച്ചാൽ 18 ആയി. 9 × 2ഉം 18 ആയി. അപ്പോൾ 18 അംശത്തിൽ കോമൺ ആയിട്ട് എടുക്കാം. അപ്പോൾ നമുക്കതിങ്ങനെ വരും. 18 × ഇവിടെ 9ഉം 2ഉം കൂടെ ഗുണിച്ച് 18 എടുത്തു. പിന്നെ മിച്ചമുള്ളത് 13 അധികം ഇവിടെ 3ഉം 6ഉം കൂടെ ഗുണിച്ച് 18 എടുത്തു. ഇനി 5 × 7 35 ആണ് പിന്നെ മിച്ചമുള്ളത്. അപ്പോൾ 18 × 13 അധികം 35/27 എന്ന് വരും. നോക്കുക, 18-നെ 27-നെ 9 കൊണ്ട് ഹരിക്കാം. അപ്പോൾ ഇവിടെ 2ഉം ഇവിടെ 3ഉം വരും. അപ്പോൾ 2 × 13ഉം 35ഉം കൂടെ കൂട്ടിയാൽ 48/3. 48-നെ 3 കൊണ്ട് ഹരിക്കാം. 16 എന്ന് കിട്ടും. 2 × 16 32. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 32 എന്ന് കിട്ടി. ശരി ഉത്തരം ഓപ്ഷൻ എ. 1 ക്യൂബ് അധികം 2 ക്യൂബ് അധികം 3 ക്യൂബ് അധികം എക്സെട്ര അധികം 20 ക്യൂബ് കാണുക. അപ്പോൾ 1 മുതൽ 20 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ ക്യൂബുകളുടെ തുകയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ നമുക്കൊരു സൂത്രവാക്യമുണ്ട്. അതായത് 1 മുതൽ n വരെയുള്ള സംഖ്യകളുടെ ക്യൂബുകളുടെ തുക. 1 ക്യൂബ് 2 ക്യൂബ് അധികം എക്സെട്ര അധികം അങ്ങനെ n വരെയുള്ള സംഖ്യകളുടെ ക്യൂബുകളുടെ തുക സമം n × n+1/2 ദി ഹോൾ സ്ക്വയർ ആണ്. ഓർക്കുക, 1 ക്യൂബ് അധികം 2 ക്യൂബ് അധികം എക്സെട്ര അധികം n ക്യൂബ് സമം n × n+1/2 ദി ഹോൾ സ്ക്വയർ. അപ്പോൾ ഇവിടെ 1 ക്യൂബ് അധികം 1 മുതൽ 20 വരെയുള്ള സംഖ്യകളുടെ ക്യൂബുകളുടെ തുകയാണ് കണ്ടത്. 2 ക്യൂബ് അധികം എക്സെട്ര 20 ക്യൂബ്
സമം n വരെയുള്ള സംഖ്യകളുടെ ക്യൂബുകളുടെ തുക കാണാൻ n × n+1/2 ഹോൾ സ്ക്വയർ കണ്ടാൽ മതി. അപ്പോൾ 20 വരെയുള്ള ക്യൂബുകളുടെ തുക കാണാൻ എന്ത് ചെയ്യണം? n-ന് പകരം 20 കൊടുക്കുക. അപ്പോൾ 20 × n+1 എന്നുള്ളത് 20 + 1 21 ആവും. 20 × 21/2 ദി ഹോൾ സ്ക്വയർ എന്ന് വരും. 20നെ നമുക്ക് 2 കൊണ്ട് ഹരിക്കാം. അപ്പോൾ ഇത് 10 ആവും. 10 × 21 210. അപ്പോൾ 210 സ്ക്വയർ കണ്ടാൽ മതി. അത് കാണാൻ നമുക്ക് എളുപ്പമാർഗ്ഗമുണ്ട്. അവർക്ക് 21ൻ്റെ സ്ക്വയർ 441 ആണ്. അപ്പോൾ 210ൻ്റെ സ്ക്വയർ കാണാൻ 441 എഴുതുക. ഇവിടെ ഒരു പൂജ്യമാണുള്ളത്. അപ്പോൾ സ്ക്വയറിൽ 2 പൂജ്യം കൊടുക്കുക. അതായത് 44,100 210ൻ്റെ സ്ക്വയർ. അപ്പോൾ നമ്മുടെ ഉത്തരവും 44,100. ശരി ഉത്തരം ഓപ്ഷൻ ഡി. ഒരു ചതുരക്കട്ടയുടെ നീളവും വീതിയും ഉയരവും യഥാക്രമം 3:5:8 എന്ന അംശബന്ധത്തിലാണ്. അതിൻ്റെ ഉപരിതല വിസ്തീർണം 1422 സെൻറ്റിമീറ്റർ സ്ക്വയർ ആയാൽ ചതുരക്കട്ടയുടെ ഉയരം എത്രയായിരിക്കും? ഇവിടെ ചതുരക്കട്ടയുടെ നീളവും വീതിയും ഉയരവും തമ്മിലുള്ള അംശബന്ധം നൽകിയിട്ടുണ്ട്. ഉപരിതല വിസ്തീർണവും ഉണ്ട്. നമുക്കതിൻ്റെ ഉയരം കണ്ടുപിടിക്കണം. ഓർക്കുക, നീളം ഈസ്റ്റു വീതി ഈസ്റ്റു ഉയരം. ഇത് 3:5:8 എന്നാണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ നീളം 3x എന്നും വീതി 5x എന്നും ഉയരം 8x എന്നും എടുക്കാം. ഇനി ചതുരക്കട്ടയുടെ ഉപരിതല വിസ്തീർണം കാണുന്നതിനുള്ള സൂത്രവാക്യം എന്താണ്? 2 × LB + BH + LH. ഇതാണ് 2 × LB + BH + LH. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇത് ഓരോന്നിൻ്റെയും വാല്യൂ എല്ലിന് 3x എന്നും ബിക്ക് 5x എന്നും എച്ചിന് 8x എന്നും കൊടുക്കാം. അപ്പോൾ ഇത് 2 × 3x × 5x അധികം 5x × 8x അധികം 3x × 8x എന്നാവും. ഇതെല്ലാം കൂടെ ചെയ്യുമ്പോൾ 2 × 3x 5x കൂടെ ഗുണിച്ചാൽ 3 5 കൂടെ ഗുണിക്കുക. x × x 3 5 15 x × x x². അപ്പോൾ 15x² അധികം 5 8 40. അപ്പോൾ 40x² അധികം 3 × 8 24 24x² എന്നാവും. അതായത് 2 × 40 24 64 64 15 79 79x² എന്ന് വരും. ഇതാണ് നമുക്ക് 1422 സെൻറ്റിമീറ്റർ സ്ക്വയർ നൽകിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് സമം 1422 എന്നെടുക്കാം. നമുക്കിവിടെ നിന്ന് x² വാല്യൂ കണ്ടുപിടിക്കണം. x² വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് ഈ 2 × 79 കൊണ്ട് 1422നെ ഹരിച്ചാൽ മതി. അപ്പോൾ 1422/2 × 79 എന്ന് വരും. 2 കൊണ്ട് 1422നെ ഹരിച്ചു കഴിഞ്ഞാൽ 711 കിട്ടും. 711നെ 79 കൊണ്ട് ഹരിച്ചാൽ 9 വരും. അപ്പോൾ x² 9 ആണ്. x² 9 ആണെങ്കിൽ x എത്ര വരും? x സമം 9ൻ്റെ സ്ക്വയർ റൂട്ട്, അതായത് 3 കിട്ടും. ഇനി ഉയരം 8x എന്നാണ് നമ്മൾ എടുത്തത്. അപ്പോൾ ഉയരം h എന്ന് പറയുന്നത് 8 × 3 സമം 24 കിട്ടും. അപ്പോൾ 24 സെൻറ്റിമീറ്റർ ആണ് ഉയരം. ശരി ഉത്തരം ഓപ്ഷൻ ബി. ഒരാൾ 18,000 രൂപ സാധാരണ പലിശ നിരക്കിൽ ബാങ്കിൽ നിക്ഷേപിക്കുന്നു. 5 വർഷത്തിന് ശേഷം 6,300 രൂപ പലിശ കിട്ടിയാൽ പലിശ നിരക്ക് എത്രയായിരിക്കും? ഇവിടെ 18,000 രൂപ 5 വർഷത്തേന് നിക്ഷേപിക്കുന്നു. സാധാരണ പലിശ രീതിയിൽ 5 വർഷം കൊണ്ട് 6,300 രൂപ പലിശ കിട്ടുന്നു. അപ്പോൾ പലിശ നിരക്ക് കണ്ടുപിടിക്കണം. പലിശ നിരക്ക് കാണണമെങ്കിൽ നമുക്ക് 1 വർഷം കിട്ടുന്ന പലിശ എത്രയെന്ന് കാണണം. ഇവിടെ സാധാരണ പലിശ ആയതുകൊണ്ട് 5 വർഷവും ഒരേ തുക തന്നെയായിരിക്കും പലിശയായി കിട്ടുക. അപ്പോൾ 1 വർഷത്തെ പലിശ കിട്ടാൻ 5 വർഷത്തെ പലിശയെ 5 കൊണ്ട് ഹരിച്ചാൽ മതി. ഇവിടെ 5 വർഷത്തെ പലിശ 6,300 രൂപയാണ്. 6,300നെ 5 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് 1 വർഷത്തെ പലിശ കിട്ടും. 6,300നെ 5 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് 1,260 എന്ന് കിട്ടും. 1,260, അതായത് 1 വർഷത്തെ പലിശ എന്ന് പറയുന്നത് 1,260 രൂപയാണ്. ഇത് 18,000 രൂപയുടെ എത്ര ശതമാനമാണെന്ന് കണ്ടുപിടിച്ചാൽ പലിശ നിരക്ക് കിട്ടും. അതായത് 18,000-ൽ 1,260 ഗുണം 100 കാണണം. നമുക്ക് പൂജ്യങ്ങൾ ക്യാൻസൽ ചെയ്യാം. ഇവിടെ ഓരോ പൂജ്യം, ഇവിടെ 2. അപ്പോൾ 126നെ 18 കൊണ്ട് ഹരിക്കണം. നമുക്ക് 2 കൊണ്ട് അംശത്തിനെയും ഛേദത്തിനെയും ഹരിക്കാം. അപ്പോൾ ഇത് 63 താഴെ 9 വരും. 63നെ 9 കൊണ്ട് ഹരിച്ചാൽ 7. അപ്പോൾ പലിശ നിരക്ക് 7%. ശരി ഉത്തരം ഓപ്ഷൻ ഡി. ഒരു യാത്രയിൽ കാർ ആദ്യത്തെ 3 മണിക്കൂർ സമയം 40 km/മണിക്കൂർ വേഗതയിലും
ശേഷിക്കുന്ന 5 മണിക്കൂർ സമയം 48 കിലോമീറ്റർ പെർ മണിക്കൂർ വേഗതയിലും സഞ്ചരിച്ചാൽ കാറിൻ്റെ ശരാശരി വേഗത എത്ര? ഇവിടെ ശരാശരി വേഗതയാണ് കണ്ടുപിടിക്കേണ്ടത്. ശരാശരി വേഗത കണ്ടുപിടിക്കണമെങ്കിൽ സഞ്ചരിച്ച ദൂരത്തിനെ സഞ്ചരിക്കാനെടുത്ത സമയം കൊണ്ട് ഹരിക്കണം. ഓർക്കുക, സഞ്ചരിച്ച ദൂരത്തിനെ സഞ്ചരിക്കാനെടുത്ത സമയം കൊണ്ട് ഹരിക്കണം. അപ്പോൾ സഞ്ചരിച്ച ദൂരം നമുക്ക് കണ്ടുപിടിക്കാം. നമുക്ക് ഇവിടെ കാർ ആദ്യത്തെ 3 മണിക്കൂർ നേരം 40 കിലോമീറ്റർ പെർ മണിക്കൂർ വേഗത്തിലാണ് സഞ്ചരിച്ചത്. 3 മണിക്കൂറിൽ 40 കിലോമീറ്റർ പെർ മണിക്കൂർ വേഗത്തിൽ. അപ്പോൾ ഈ 3 മണിക്കൂർ കൊണ്ട് കാർ സഞ്ചരിച്ച ദൂരം എത്രയായിരിക്കും? 3 ഗുണം 40, അതായത് 120 കിലോമീറ്റർ സഞ്ചരിച്ചിട്ടുണ്ടാവും. അടുത്ത 5 മണിക്കൂർ സമയം 48 കിലോമീറ്റർ പെർ മണിക്കൂർ വേഗതയിൽ, അതായത് 1 മണിക്കൂറിൽ 48 കിലോമീറ്റർ വേഗതയിലാണ് അടുത്ത 5 മണിക്കൂർ സമയം സഞ്ചരിച്ചത്. അപ്പോൾ ഈ 5 മണിക്കൂർ കൊണ്ട് സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് 5 ഗുണം 48 ആണ്, 240 വരും. അപ്പോൾ ആകെ സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് 120 പ്ലസ് 240 എത്രയാണ്? 360 കിലോമീറ്റർ. ഇനി ഈ 360 കിലോമീറ്റർ സഞ്ചരിക്കാനെടുത്ത സമയം എത്രയാണ്? ഇവിടെ 3ഉം 5ഉം അങ്ങനെ 2 ഘട്ടമായിട്ട് 8 മണിക്കൂറാണ് സഞ്ചരിച്ചിരിക്കുന്നത്. അപ്പോൾ 360നെ ആകെ സഞ്ചരിച്ച ദൂരത്തിനെ സഞ്ചരിക്കാനെടുത്ത സമയമായ 8 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശരാശരി വേഗത കിട്ടും. അപ്പോൾ 360/8 കാണണം. 360നെ 8 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 36ൽ 4, 4 8 32, കുറയ്ക്കുമ്പോൾ 4 കിട്ടും, 0 ചേർക്കുന്നു. 40ൽ 5 തവണ, 5 8 40, ശിഷ്ടമില്ല. അപ്പോൾ 45 കിലോമീറ്റർ പെർ മണിക്കൂറാണ് കാറിൻ്റെ ശരാശരി വേഗത. ശരിയുത്തരം ഓപ്ഷൻ ബി. റാണി ഒരിടത്തു നിന്നും തെക്കോട്ട് 20 മീറ്റർ സഞ്ചരിച്ചതിന് ശേഷം വടക്കോട്ട് 30 മീറ്റർ സഞ്ചരിക്കുന്നു. പിന്നീട് കിഴക്ക് ദിശയിലേക്ക് തിരിഞ്ഞ് 10 മീറ്റർ സഞ്ചരിക്കുന്നു. വീണ്ടും വടക്കോട്ട് തിരിഞ്ഞ് 30 മീറ്റർ സഞ്ചരിച്ചിട്ട് കിഴക്കോട്ട് 20 മീറ്റർ സഞ്ചരിക്കുന്നു. എന്നാൽ യാത്ര തിരിച്ചിടത്തു നിന്നും എത്ര അകലത്തിലാണ് റാണി ഇപ്പോൾ നിൽക്കുന്നത്? അപ്പോൾ ഈ ചോദ്യം ഡയറക്ഷൻസ് ഉൾപ്പെടുന്ന ഒരു ചോദ്യമായതുകൊണ്ട് നമുക്ക് ഡയറക്ഷൻസ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. അപ്പോൾ ഈ ഡയറക്ഷൻസ് ഉപയോഗിച്ച് തന്നിരിക്കുന്ന വിവരങ്ങൾക്കനുസരിച്ച് നമുക്കൊരു റഫ് ഫിഗർ വരയ്ക്കാം. അപ്പോൾ റാണിയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് നമുക്ക് തൽക്കാലം ഇവിടെയാണെന്ന് കരുതുക, എ. ഇവിടെ നിന്ന് തെക്കോട്ട് 20 മീറ്റർ സഞ്ചരിച്ചു. ഇപ്പോൾ റഫായിട്ടൊരു ഫിഗർ വരയ്ക്കുന്നു. ഇവിടെ 20 മീറ്റർ തെക്കോട്ട് വന്നു. അതിനുശേഷം വടക്കോട്ട് 30 മീറ്റർ സഞ്ചരിക്കുന്നു. അപ്പോൾ നേരെ വടക്കോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇതേ ലൈനിൽ തന്നെ തിരിച്ചു പോകണം. തിരിച്ച് 30 മീറ്ററാണ് ടോട്ടൽ സഞ്ചരിച്ചത്. അപ്പോൾ എ എന്ന പോയിന്റും കഴിഞ്ഞ് വീണ്ടും മുകളിലോട്ട് വരും. അപ്പോൾ ഇത് ടോട്ടൽ ഡിസ്റ്റൻസ് ആണ് 30 മീറ്റർ. അതിൽ 20 മീറ്റർ എ വരെയുള്ള ദൂരമുണ്ട്. അപ്പോൾ മുകളിലോട്ട് ശേഷിക്കുന്നത് 10 മീറ്റർ ആയിരിക്കും എന്നുള്ളത് ഓർത്തിരിക്കുക. മുകളിലോട്ട് 10 മീറ്റർ ആയിരിക്കും എയ്ക്ക് മുകളിലുള്ളത്. പിന്നീട് കിഴക്ക് ദിശയിലേക്ക് തിരിഞ്ഞ് 10 മീറ്റർ സഞ്ചരിക്കുന്നു. കിഴക്കോട്ട്, ഇവിടുന്ന് കിഴക്കോട്ട് 10 മീറ്റർ. അപ്പോൾ ഇത് 10 മീറ്റർ സഞ്ചരിച്ചു. ദെൻ വീണ്ടും വടക്കോട്ട് തിരിഞ്ഞ് 30 മീറ്റർ സഞ്ചരിച്ചു. അപ്പോൾ വടക്കോട്ട് 30 മീറ്റർ സഞ്ചരിച്ചു. റഫ് ഫിഗറാണ്, അതുകൊണ്ട് അളവുകൾ നമുക്ക് ജസ്റ്റ് എഴുതി കൊടുത്താൽ മാത്രം മതി. വീണ്ടും കിഴക്കോട്ട് 20 മീറ്റർ സഞ്ചരിക്കുന്നു. വീണ്ടും കിഴക്കോട്ട് 20 മീറ്റർ സഞ്ചരിക്കുന്നു. അപ്പോൾ ഇതാണ് ബി എന്ന പൊസിഷൻ എടുക്കുക. ഇപ്പോൾ ഈ എയും ബിയും തമ്മിലുള്ള അകലമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത് കണ്ടുപിടിക്കാനായിട്ട് നമുക്കിതൊന്ന് ചതുരങ്ങളൊക്കെ ആക്കി മാറ്റാം. നോക്കുക, ഈ ദൂരം 10 മീറ്റർ നമ്മൾ കണ്ടു, ഈ ദൂരം. അപ്പോൾ ഇത് 10 ആണെങ്കിൽ ഇതും 10 മീറ്റർ ആയിരിക്കും, കാരണം ചതുരമായിട്ടാണ് എല്ലാം ഇരിക്കുന്നത്. ഇതും 10 മീറ്റർ ആയിരിക്കും ഈ ദൂരം. നോക്കുക, ഈ ദൂരം 10 മീറ്ററാണ്, അതുകൊണ്ട് ഇവിടെയും 10 മീറ്റർ വരും. ഈ ദൂരം 20 ആയതുകൊണ്ട് ഇതും 20 വരും, ഇതും 20 മീറ്റർ വരും. നമുക്ക് ഈ പോയിന്റിന് സി എന്ന് അടയാളപ്പെടുത്താം. അപ്പോൾ നോക്കുക, എ സി ബി, ഈ കോൺ ഒരു മട്ടകോണായിരിക്കും. മാത്രമല്ല എ ബി എന്നുള്ള ഡിസ്റ്റൻസാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എ സി ബി എന്നുള്ളത് ഒരു മട്ടത്രികോണവുമായിരിക്കും. മട്ടത്രികോണമായതുകൊണ്ട് നമുക്ക് പൈതഗോറസ് തിയറം ഉപയോഗിക്കാം. അതായത് പൈതഗോറസ് തിയറം പറയുന്നത് ഇതിൻ്റെ കർണം എ ബി ആണ്. അപ്പോൾ എ ബി സ്ക്വയർ സമം എ സി സ്ക്വയർ അധികം സി ബി സ്ക്വയർ ആയിരിക്കും. എ സി സ്ക്വയർ അധികം സി ബി സ്ക്വയർ. ഇനി എ സിയുടെ നീളം നോക്കുക, 10ഉം ഇവിടെ 10ഉം ഇത് 20ഉം. അപ്പോൾ 10ഉം 20ഉം കൂടെ കൂട്ടുമ്പോൾ ടോട്ടൽ 30 മീറ്ററാണ് ഈ ദൂരം. അതുപോലെ
നമുക്ക് ബി സിയുടെ നീളം കാണണം. നോക്കുക, ഇവിടെ ഈ ദൂരം 30 മീറ്ററാണ്, ഈ ദൂരം കിഴക്കോട്ട് സഞ്ചരിച്ച്. അപ്പോൾ ഇതും 30 മീറ്റർ വരും. അപ്പോൾ ബി സിയുടെ ദൂരം എന്ന് പറയുന്നത് 30ഉം 10ഉം 40 മീറ്ററാണ്, 40 മീറ്റർ. അപ്പോൾ നമുക്കിത് എ സി സ്ക്വയർ കൊടുക്കാം. അപ്പോൾ 30 സ്ക്വയർ അധികം സി ബി സ്ക്വയർ 40 മീറ്ററിൻ്റെ സ്ക്വയർ, 40 സ്ക്വയർ. 30ൻ്റെ സ്ക്വയർ ഓർക്കുക, 3ൻ്റെ സ്ക്വയർ 9 ആണ്. അപ്പോൾ 30ൻ്റെ സ്ക്വയർ 900, 4ൻ്റെ സ്ക്വയർ 16 ആയതുകൊണ്ട് 40ൻ്റെ സ്ക്വയർ 1600. രണ്ടും കൂടെ കൂട്ടുമ്പോൾ 2500 കിട്ടും. അപ്പോൾ എ ബി സ്ക്വയർ ആണ് 2500. അപ്പോൾ എ ബി കിട്ടാൻ എന്ത് ചെയ്യണം? 2500ൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കണം. അവർക്ക് 25ൻ്റെ സ്ക്വയർ റൂട്ട് 5 ആണല്ലോ. അപ്പോൾ 2500ൻ്റെ സ്ക്വയർ റൂട്ട് 50. അതായത് എ മുതൽ ബി വരെയുള്ള ഡിസ്റ്റൻസ് 50 മീറ്ററാണ്. ശരി ഉത്തരം ഓപ്ഷൻ എ. ഒരു ക്ലോക്കിൽ 10:10 AM സമയം കാണിക്കുമ്പോൾ ആ ക്ലോക്കിലെ മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോൺ എത്ര? ഇവിടെ ഒരു ക്ലോക്കിൽ 10 മണി 10 മിനിറ്റ് സമയം കാണിക്കുമ്പോൾ ക്ലോക്കിലെ മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോൺ കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ നമുക്കൊരു എളുപ്പമാർഗ്ഗമുണ്ട്. തന്നിരിക്കുന്ന സമയത്തിലെ മണിക്കൂറിനെ 60 കൊണ്ടും മിനിറ്റിനെ 11 കൊണ്ടും ഗുണിക്കുക. 10 × 60 600 വരും. 11 × 10 110. ഈ ഗുണനഫലങ്ങൾ തമ്മിലുള്ള വ്യത്യാസത്തിൻ്റെ പകുതി കാണുക. അപ്പോൾ ഇവ തമ്മിലുള്ള വ്യത്യാസം കാണാനായിട്ട് നമുക്ക് 600ൽ നിന്നും 110 കുറയ്ക്കാം. അപ്പോൾ 490 കിട്ടും. 490ൻ്റെ പകുതി എടുക്കുക. 490ൻ്റെ പകുതി പറയുമ്പോൾ 245 വരും. ഈ 245 എന്ന് പറയുന്നത് നോക്കുക, 10:10 എന്ന് പറയുമ്പോൾ ക്ലോക്കിലെ സൂചികളുടെ സ്ഥാനം ഇത് 12 മണിയാണെങ്കിൽ ഇത് 2 മണിയെന്ന് കരുതുക. ഇതാണ് 10 മണി. 10:10 ആകുമ്പോൾ ഏകദേശം ഈ രൂപത്തിലായിരിക്കും സൂചികളുടെ സ്ഥാനം വരിക. മണിക്കൂർ സൂചി 10ന് ശേഷം ഒരല്പം മുന്നിലായിട്ടും മിനിറ്റ് സൂചി ഈ 2ന് നേരെ ഇതായിരിക്കും വരിക. ഇപ്പോൾ നമുക്ക് 245 എന്ന് പറഞ്ഞ് കിട്ടിയേക്കുന്ന ഈ കോണളവാണ്. സാധാരണഗതിയിൽ സൂചികൾക്കിടയിലെ കോണളവ് പറയുമ്പോൾ ഈ ചെറിയ കോണേ നമ്മൾ പറയാറുള്ളൂ, ചെറിയ കോണാണ് പറയുന്നത്. അപ്പോൾ അത് കിട്ടാൻ വേണ്ടി 360ൽ നിന്നും ഈ 245 കുറയ്ക്കുക. 360ൽ നിന്ന് 245 കുറച്ച് കഴിഞ്ഞാൽ 115 കിട്ടും. അപ്പോൾ 115 ഡിഗ്രിയാണ് സൂചികൾക്കിടയിലെ കോണളവ്. ശരി ഉത്തരം ഓപ്ഷൻ സി. അപ്പോൾ എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന സമയത്തിലെ മണിക്കൂറിനെ 60 കൊണ്ടും മിനിറ്റിനെ 11 കൊണ്ടും ഗുണിക്കുക. ഈ ഗുണനഫലങ്ങൾ തമ്മിലുള്ള വ്യത്യാസത്തിൻ്റെ പകുതി കാണുക. പകുതി 180ൽ കൂടുതലായതുകൊണ്ട് നമ്മൾ 360ൽ നിന്നും ആ കിട്ടിയ വാല്യൂ കുറച്ചു. അപ്പോൾ നമുക്ക് കോണളവ് കിട്ടി. റൂട്ട് ഓഫ് 10 ഗുണം റൂട്ട് ഓഫ് 2 ക്യൂബ് ഹോൾ സ്ക്വയർ ഗുണം റൂട്ട് ഓഫ് 5 ക്യൂബ് ഹോൾ സ്ക്വയർ സമം ഡാഷ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ആദ്യത്തെ റൂട്ടിനകത്താണ് ഈ മറ്റ് 2 റൂട്ടുകളും വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. റൂട്ട് ഓഫ് 10 ഇൻറ്റു റൂട്ട് ഓഫ് 2 ക്യൂബ് ഹോൾ സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് 5 ക്യൂബ് ഹോൾ സ്ക്വയർ സമം. നോക്കുക, ഇവിടെ 2 ക്യൂബിൻ്റെ സ്ക്വയറിൻ്റെ സ്ക്വയർ റൂട്ടാണ് വന്നിരിക്കുന്നത്. 2 ക്യൂബിൻ്റെ സ്ക്വയറിൻ്റെ സ്ക്വയർ റൂട്ട്. അപ്പോൾ എക്സ് സ്ക്വയറിൻ്റെ റൂട്ട് എടുത്താൽ നമുക്ക് എക്സ് തന്നെ കിട്ടുള്ളൂ. അപ്പോൾ ആ രീതിയിൽ 2 ക്യൂബിൻ്റെ സ്ക്വയറിൻ്റെ സ്ക്വയർ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ അവിടെ വരുന്നത് 2 ക്യൂബ് തന്നെയാണ്. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം. 10 ഗുണം 2 ക്യൂബിൻ്റെ സ്ക്വയറിൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് 2 ക്യൂബ് തന്നെ. അല്ലെങ്കിൽ ഈ വാല്യൂ കണ്ടുപിടിച്ച് സ്ക്വയർ റൂട്ട് എടുത്തു കഴിഞ്ഞാലും 2 ക്യൂബ് 8 തന്നെ കിട്ടുള്ളൂ. ഇൻറ്റു അതുപോലെ ഇവിടെയും 5 ക്യൂബിൻ്റെ സ്ക്വയറിൻ്റെ സ്ക്വയർ റൂട്ട്. അപ്പോൾ ഈ സ്ക്വയറും സ്ക്വയർ റൂട്ടുമായിട്ട് ക്യാൻസൽ ചെയ്ത് ഇതും 5 ക്യൂബ് വരും. സമം റൂട്ട് ഓഫ് 10 ഇൻറ്റു 2 ക്യൂബിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. 2 ഗുണം 2 ഗുണം 2 ആണ്, അതായത് 8 ഗുണം 5 ക്യൂബോ 5 ക്യൂബ് 5 3 തവണ ഗുണിച്ചാൽ മതി, അത് 125 വരും. സമം റൂട്ട് ഓഫ് 10 ഇൻറ്റു 8 ഗുണം 125 1000 ആണ്. അപ്പോൾ 1000 ഗുണം 10 എത്രയാണ്? 10000. അപ്പോൾ റൂട്ട് ഓഫ് 10000 കണ്ടാൽ മതി. 10000ൻ്റെ സ്ക്വയർ റൂട്ട് 100. അപ്പോൾ ഉത്തരം 100 ആണ്. ശരി ഉത്തരം ഓപ്ഷൻ സി. 4 പുരുഷന്മാരും 8 സ്ത്രീകളും ചേർന്ന് 10 ദിവസം കൊണ്ട് ഒരു ജോലി പൂർത്തിയാക്കുന്നു. അതേ ജോലി പൂർത്തിയാക്കാൻ 3 പുരുഷന്മാർക്കും 7 സ്ത്രീകൾക്കും കൂടി 12 ദിവസം വേണ്ടിവരും. എങ്കിൽ 8 പുരുഷന്മാർ എത്ര ദിവസം കൊണ്ട് ആ ജോലി പൂർത്തിയാക്കും? ഇവിടെ 4 പുരുഷന്മാർ എന്ന് സൂചിപ്പിക്കാൻ എം എന്ന് കൊടുക്കാം. അതുപോലെ 8 സ്ത്രീകളെ എഫ് എന്ന് സൂചിപ്പിക്കാം, ഫീമെയിൽ. അപ്പോൾ 4 പുരുഷന്മാർക്കും 8 സ്ത്രീകൾക്കും കൂടി ഒരു ജോലി പൂർത്തിയാക്കാൻ 10 ദിവസം വേണം. അതുപോലെ 3 പുരുഷന്മാർക്കും
7 സ്ത്രീകൾക്കും കൂടി ഇതേ ജോലി പൂർത്തിയാക്കാൻ 12 ദിവസം വേണം. അങ്ങനെയെങ്കിൽ 8 പുരുഷന്മാർ തന്നെയാണെങ്കിൽ എത്ര ദിവസം കൊണ്ട് ആ ജോലി തീരും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ആദ്യം ഈ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ജോലിയിലെ കാര്യക്ഷമതയിൽ അന്തരമുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ അതിനായിട്ട് ഇവർ രണ്ടുപേരും 4 പുരുഷന്മാരും 8 സ്ത്രീകളും കൂടി 10 ദിവസം ചെയ്ത ജോലിയും 3 പുരുഷന്മാരും 7 സ്ത്രീകളും കൂടി 12 ദിവസം ചെയ്ത ജോലിയും തുല്യമാണ്. അപ്പോൾ അത് ഉപയോഗിച്ച് നമുക്കൊരു ഇക്വേഷൻ രൂപീകരിക്കാം. ഓർക്കുക, 4 പുരുഷന്മാരും 8 സ്ത്രീകളും കൂടി 10 ദിവസം ചെയ്ത ജോലി നമുക്ക് 10 × 4m + 8f എന്നെടുക്കാം. അതായത് 4 പുരുഷന്മാരും 8 സ്ത്രീകളും കൂടി 10 ദിവസം ചെയ്ത ജോലി. ഇത് 3 പുരുഷന്മാരും 7 സ്ത്രീകളും കൂടി 12 ദിവസം ചെയ്ത ജോലിക്ക് തുല്യമാണ്. അതുകൊണ്ട് ഇത് സമം 12 × 3m + 7f എന്നെടുക്കാം. ഇത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യണം. അപ്പോൾ 10 കൊണ്ട് ഇതിലെ ഓരോന്നിനെയും ഗുണിക്കുക. 10 × 4 = 40m + 80f സമം 12 × 3 = 36m + 12 × 7 84f. നമുക്ക് m എല്ലാം ഒരു സൈഡിലേക്കും f എല്ലാം മറു സൈഡിലേക്കും കൊണ്ടുപോകാം. അപ്പോൾ 40m, ഇത് 36m ഇവിടെ വരുമ്പോൾ നെഗറ്റീവ് ആവും, -36m സമം 84f - 80f എന്ന് വരും. 40m ൽ നിന്ന് 36 കുറച്ച് കഴിഞ്ഞാൽ 4m. 4m സമം 84 ൽ നിന്ന് 80 കുറച്ചാൽ 4f എന്ന് വരും. അതായത് m = f എന്ന് കിട്ടും. അതായത് പുരുഷന്മാരും സ്ത്രീകളും ഒരേ അളവിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ഒരേ അളവിൽ ജോലി ചെയ്യുന്നതെന്ന് കണ്ടു. അപ്പോൾ ഇവിടെ 4 പുരുഷന്മാരും 8 സ്ത്രീകളും കൂടി 10 ദിവസം കൊണ്ട് ജോലി ചെയ്ത് തീർക്കും. അപ്പോൾ സ്ത്രീകളും പുരുഷന്മാരും ഒരേ അളവിൽ ജോലി ചെയ്യുന്നതുകൊണ്ട് ഈ 8 സ്ത്രീകളുടെ സ്ഥാനത്ത് 8 പുരുഷന്മാരായിരുന്നെങ്കിലും 10 ദിവസം കൊണ്ട് തന്നെ ജോലി തീർന്നതിന്. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ വേണേലാക്കാം, 4m + 8m എന്നാക്കാം. എഫിൻ്റെ സ്ഥാനത്ത് m കൊടുത്തു കഴിഞ്ഞാലും 10 ദിവസം മതിയാവും. അവർക്കും 10 ദിവസം കൊണ്ട് ജോലി തീർക്കാം. അതായത് 12 പുരുഷന്മാർക്ക് 10 ദിവസം കൊണ്ട് ജോലി ചെയ്ത് തീർക്കാൻ പറ്റും. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 8 പുരുഷന്മാർക്ക് എത്ര ദിവസം കൊണ്ട് ജോലി തീർക്കാൻ പറ്റുമെന്നാണ്. അപ്പോൾ 8 പേർക്ക് ജോലി തീർക്കാൻ, 8 പുരുഷന്മാർക്ക് ജോലി തീർക്കാൻ x ദിവസങ്ങൾ വേണമെന്നെടുക്കുക. അവർക്ക് 12 പുരുഷന്മാർക്ക് 10 ദിവസം കൊണ്ട് ജോലി തീർക്കാൻ പറ്റും. അപ്പോൾ 8 പുരുഷന്മാർക്ക് ജോലി തീർക്കാൻ എത്ര ദിവസം വേണമെന്ന് കണ്ടുപിടിക്കണം. അവർക്ക് ആളുകളുടെ എണ്ണവും അവർക്ക് ജോലി ചെയ്ത് തീർക്കാൻ വേണ്ട ദിവസങ്ങളുടെ എണ്ണവും തമ്മിലുള്ള ഗുണനഫലം തുല്യമായിരിക്കും. അതായത് 12 പേർക്ക് 10 ദിവസം. അപ്പോൾ 12 × 10 എന്നുള്ളത് 8 പേർക്ക് x ദിവസം എന്നാണ് നമ്മളെടുത്ത് 8 × x തുല്യമായിരിക്കും. അപ്പോൾ ഇതിൽ നിന്ന് x കണ്ടുപിടിക്കാനായിട്ട് ഈ 12 × 10നെ 8 കൊണ്ട് ഹരിച്ചാൽ മതി. 12 × 10/8. 8നെയും 12നെയും നമുക്ക് 4 കൊണ്ട് ഹരിക്കാം. അപ്പോൾ ഇവിടെ 3ഉം ഇവിടെ 2ഉം വരും. 10നെ 2 കൊണ്ട് ഹരിച്ചാൽ 5. 3 × 5 15. അപ്പോൾ 15 ദിവസം കൊണ്ട് 8 പുരുഷന്മാർക്ക് ജോലി ചെയ്ത് തീർക്കാൻ പറ്റും. ശരി ഉത്തരം ഓപ്ഷൻ ബി.